ആഹാ, എൻ്റെ ഒരാളെ ഒന്ന് ആരെങ്കിലും എടുത്ത് പിടിഞ്ഞാണ് നമ്മൾ വെറുതെ. അങ്ങോട്ട് 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 ആ വാ 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 സ്ട്രൈറ്റ് 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 വാ സ്ട്രൈറ്റ് വാ സ്ട്രൈറ്റ് വാ. ഇങ്ങനെ നമ്മൾ ഫിഷിങ്ങിനെല്ലാം കൂടി പോവുകയാണ്. ഹായ് ആയിക്കോട്ടെ. ഹായ് പറ. ഹായ് വെൽക്കം ടു അവർ വ്ലോഗ്. വെൽക്കം ടു അവർ വ്ലോഗ്. നമ്മളെവിടെ പോകുന്ന ആദി? ആദി നമ്മളെവിടെ പോണേ? വീട്ടിൽ പോണേ? ജേക്കു 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 ഒരു ഹായ് പറ. എത്രയാണ് ഡീസൽ അടിക്കണം? 1000. ചാക്കോ ചാക്കോ എവർക്ക് അത് കുറച്ച് എടുക്കണം. അത് ഭയങ്കര മെനക്കെടുക്കണം. വെള്ളമൊക്കെ മാറില്ല. നീ മൊത്തം എത്ര എണ്ണം പറഞ്ഞു? ആരാ നിനക്കില്ലേ? എൻ്റെ വീഡിയോ എടുത്ത് തരണേ. പിന്നു എൻ്റെ വീഡിയോ എടുത്ത് തരണേ. ഓ കൊള്ളാം. മാങ്കോടെ ഇതാണെന്ന് തോന്നുന്നല്ലേ? മാങ്കോടെ ജ്യൂസ് ഉണ്ട്. മതി. ഇത് രണ്ടും കൂടെ
ഇറങ്ങല്ലേ വണ്ടി ഇടാൻ പറ്റൂല. ഫോട്ടോ എടുക്കണ്ട വണ്ടിയിൽ. അതെന്തോന്നാ അത് ഡാം ഇറങ്ങിയോ? ഒരു മണിക്കൂർ പാക്കേജ് ബോട്ടിംഗ് ഉണ്ട് ഇവിടെ. ഡിയർ, ക്രോക്കഡൈൽ, എലിഫന്റ് ഇതെല്ലാം ബോട്ടിൽ പോയി കാണുന്ന ഒന്നൊരു പാക്കേജാണ്. എലിഫന്റ് എലിഫന്റ് 2 സെന്ററുണ്ടല്ലോ ബോട്ട്. മുമ്പ് ഇവിടെ ഇല്ലായിരുന്നു. ചിലപ്പോൾ ഫോറസ്റ്റിന്റെ ഷോപ്പാണ്. മുള്ളത്തേനൊക്കെ ഉണ്ട്. കണ്ടേന്, ചെറുതേന്, റെഡ് സാൻഡലിന്റെ ഇവിടെ അവളെ ചെരുപ്പിട്ട് കൊടുത്താണ്. മതി മതി മതി. മറ്റേ ഉറങ്ങി അത് ഉറങ്ങി പോകും. സ്പീഡ് ബോട്ട് ലിമിറ്റഡ് ആണെന്ന് തോന്നുന്നു. കുറച്ച് ദൂരമുള്ളത്. മറ്റേതോ അതിലാണെങ്കിൽ ഇഷ്ടം പോലെ ദൂരം പോകും. നടുക്ക് പോയി നമുക്ക് പക്ഷേ ഫിഷിങ്ങിന് പറ്റൂല. വേറെന്തൊക്കെയുണ്ട്? തേനൊക്കെ ഉണ്ടോ? വന്തേന്, ചെറുതേനൊക്കെ ഉണ്ട്. ഒറിജിനലാണോ? അല്ല ഒറിജിനൽ സാധനം തേനാണ്. ഒറിജിനൽ വനംവകുപ്പിന്റെ. വിത്തൗട്ട് ഫുഡാണ്. ഫുഡ് മെറ്റീരിയൽ അടുത്ത ദിവസം രാവിലെ ബോട്ടിൽ രാവിലെ 9 മണിക്ക് പോയി അടുത്ത ദിവസം രാവിലെ 9 മണിയാണ്. ഇവിടുത്തെ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വന്നാൽ മതി. വരുന്ന ദിവസം ക്യാഷ് എടുക്കാം. മിനിമം ചാർജ് 7,530. 4 പേർക്കാണല്ലേ? അഡീഷണൽ ആവുണ്ടെങ്കിൽ 1,415. നിങ്ങൾക്ക് വരുന്നുണ്ട്, ഗ്യാസ് വരുന്നുണ്ട്. ഫുഡ് മാത്രം കൊടുത്തിട്ടില്ല. ഫുഡ് മെറ്റീരിയൽസ് നിങ്ങൾ കൊണ്ടുവരണം. കുക്ക് ഉൾപ്പെടെ അവിടെ അവൈലബിൾ. നമുക്ക് ആവശ്യമുള്ള ഫുഡ് കൊണ്ടുപോകല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണ് എല്ലാ സാധനമുണ്ട്. ഫ്രിഡ്ജ് ഉൾപ്പെടെ. അതെ, നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഇട്ടുതരാം. ഞാൻ എൻ്റെ നമ്പറിൽ ഒരു ഹായ് ഇട്ടാൽ വീഡിയോ ഇട്ടുതരാം. ഈ വീഡിയോ ഇട്ട് ഞാൻ 4477 തിരുവനന്തപുരത്ത് നിന്ന് 35 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന നെയ്യാർ ഇക്കോ ടൂറിസം സെന്ററിലെ ഇൻഫർമേഷൻ ടിക്കറ്റ് എടുത്ത ശേഷം ഇവിടെ ഒരുക്കിയിരിക്കുന്ന പ്രകൃതി സൃഷ്ടിയാൽ വിസ്മയിപ്പിക്കുന്ന നെയ്യാർ ജലാശയം എന്നിവ സന്ദർശിച്ചുകൊണ്ട് നെയ്യാർ റിസർവോയറിലൂടെ 1 മണിക്കൂർ ബോട്ട് യാത്ര ഉൾപ്പെടുന്ന അഗസ്ത്യ ബോട്ട് പാക്കേജ് ഫോട്ടോ എക്സ്പെൻ റീഹാബിലിറ്റേഷൻ സെന്റർ എക്സ്പ്ലോർ ചെയ്ത് 2 മണിക്കൂർ ബോട്ടിംഗ് ഉൾപ്പെടുന്ന ERC ബോട്ട് പാക്കേജ്. നല്ല അടിപൊളി ക്ലൈമറ്റാണ് ഇവിടെ. വന്നിറങ്ങിയതും അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്. പക്ഷേ നല്ല സൂപ്പർ ക്ലൈമറ്റാണ്. ചൂടില്ല. എന്തായാലും നല്ല സൂപ്പർ ക്ലൈമറ്റായിട്ട് ഇരിപ്പുണ്ട്. നിന്റെ കൈ ഏൽപ്പിച്ചു. പെരുമ്പാമ്പ്. ഓ സ്നാക്ക്. പെരുമ്പാമ്പ്. ഈ പാമ്പിനെ കഴിക്കായിട്ടിരിക്കുന്നതാണോ ഈ കോഴീനെ? ഓ മിണ്ടേ ഇവിടെ ഒരു ലൈവ് കാടാ. ഒരു 5-6 ലക്ഷം ആവട്ടെ. കയറ്. കമോൺ.
മുള്ളുണ്ടോ? മുള്ളു ഞാനും മുതല പോണത്. നല്ല കിടില സാധനം അല്ലേ? ചെറുതുണ്ടോ? വേറത് ചെറുത് അങ്ങുണ്ട്. അല്ല ഫിഷിന് നമുക്കങ്ങനെ ഇടാൻ പറ്റും. ഇതിനെങ്ങനെ കൊടുക്കാൻ പറ്റും? ഹായ്, നമ്മളിപ്പോൾ മുതലയെ കാണാൻ വന്നിരിക്കുകയാണ്. കുറച്ച് നല്ല അടിപൊളി നല്ല കിടില മുതലയൊക്കെ എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെ നല്ല സൂപ്പർ മുതല കിടപ്പുണ്ട് ഇവിടെ. ചെറിയ മുതലയാണ്, ഇതൊക്കെ കുഞ്ഞാണെന്ന് തോന്നുന്നു, കുഞ്ഞ് സ്മോൾ മുതലാശ്. ഇവിടെ വലിയ വൃത്തിയൊന്നുമില്ല, അത്യാവശ്യം വൃത്തിയൊക്കെ ഇടായിരുന്നു, ആൾക്കാരൊക്കെ വരുന്നതല്ലേ, പക്ഷെ വലിയ ആൾക്കാരും ഇല്ല കാണാൻ ഇതിനൊന്നും. രണ്ടു നേരമൊക്കെ ഇങ്ങനെ കുഴപ്പമില്ല, കുറച്ച് നടക്കാനേ ഉള്ളൂ, കുറച്ച് നടന്ന് കാണാനേ ഉള്ളൂ. അത്യാവശ്യം മുതലകളൊക്കെ ഉണ്ട് ഇവിടെ, അത്യാവശ്യം കാണാൻ നല്ലൊരു ഭീകരം സാധനമുണ്ട്. അത് ഫസ്റ്റ് ഞാൻ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ മുതലായിരുന്നു, കിടില മുതലെന്ന് വെച്ചാൽ കിടില മുതല, ഒരു വലിയ മുതലായിരുന്നു അത്. പിന്നെ അത്യാവശ്യം ആൾക്കാർ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് സൂപ്പർ സാധനം എന്താ ഇവിടെ നല്ല രീതിയിൽ ഒരെണ്ണം കിടപ്പുണ്ട്. കാണാനല്ലേ വായൊക്കെ തുറന്ന് ചെറിയ പല്ലൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെറുതാണ്, എൻ്റെ വാല് കുറച്ച് പോയിട്ടുണ്ട്. എൻ്റെ വാൽ ആരോ കടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, വേറെ ഏതോ മുതല കടിച്ചെടുത്തെന്ന് തോന്നുന്നു. എൻ്റെ വാല് ചെറിയൊരു വികലാംഗനാണെന്ന് തോന്നുന്നു മുതല. ഇതാണ് മുതല. ജിനു ഒന്ന് വെജിറ്റേറിയൻ ആയത്. എടാ മിണ്ടാടാ, 500 രൂപ വേണം. നല്ല തിന്ന് കൊഴുത്ത് കിടക്കുകയാണല്ലോ. പോട്ട് നമ്മളിപ്പോൾ പുഴയിലുള്ള മീൻ കഴിക്കാൻ വന്നിരിക്കുകയാണ്. സായി ഹോട്ടൽ എന്നൊരു ഹോട്ടലിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് റിസർവോയറിലോട്ട് ഇറങ്ങിയിരുന്ന് കഴിക്കാം. അതാണ്. അപ്പോൾ അങ്ങനെയാണോ? മസാല പുരട്ടി വെച്ചില്ലേ? നമ്മളിനി പറഞ്ഞ് പുരട്ടണോ? എന്നാ അവൾ ഉറങ്ങിയിരിക്കണം എല്ലാവരും കൂടി. നമുക്കിവിടെ റിസർവോയറിലോട്ട് ഇറങ്ങിയിരുന്ന് കഴിയാം. അവിടെ ഒരു ചെറിയൊരു ഊനാലൊക്കെ ഉണ്ട്. അവിടെ നിന്നെല്ലാം നമുക്ക് അവിടെ ചെറിയൊരു ഊനാലൊക്കെ ഉണ്ട്. ഇതാണ് സ്ഥലം. നമുക്ക് റിസർവോയറിലോട്ട് ഇറങ്ങി ഇരുന്ന് നമുക്ക് കഴിക്കാം കേട്ടോ. നല്ല കണ്ടിട്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇവിടെ എല്ലാം ഈ വണ്ടികളെല്ലാം ഇവിടെ വന്നതാണേ. അങ്ങോട്ട് എല്ലായിടത്തും വണ്ടി കിടപ്പുണ്ട്. ഇവിടെ വന്ന വണ്ടികളാണ്. സായി ഹോട്ടൽ എന്നാ പേര്. നമുക്ക് കുറച്ച് ഇങ്ങോട്ട് കയറി വരുമ്പോൾ കാണാം. ഇവിടെ ഒരു ഇടയ്ക്കൊരു റിസോർട്ടുണ്ട്. ആ റിസോർട്ട് കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ സായി ഹോട്ടൽ കാണുന്നത്. കഴിഞ്ഞൊരു 300 മീറ്റർ ഒന്നോളം വന്നാൽ മതി. ഒരു 300-400 മീറ്ററോളം വരുമ്പോൾ കാണാൻ പറ്റും. ചെറിയ പ്രിപ്പറേഷനെല്ലാം ഇവിടെ വെച്ചാണെന്ന് തോന്നുന്നു. എല്ലാം വിറകടുപ്പിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. വിറകുകളെല്ലാം വെച്ചിട്ടുണ്ട്. ഇതൊരു ഓഫീസ് സ്പേസാണ്. അവർ കയറുകയാണ്. ഞാൻ മീൻ നോക്കിയിട്ട് വരട്ടെ. മാറും. നല്ല അടിപൊളി ഫ്രഷ് മീനുകളാണ്. ഇത് നമ്മൾ ട്രൈ ചെയ്തു. ഇത് ചെമ്പല്ലില്ലേ? അല്ല അത് നെട്ടർ. ഇത് മറ്റേ സിലോപ്പിയാണ്. സിലോപ്പി അന്ന് കഴിച്ചപ്പോൾ നമ്മളുള്ള ടേസ്റ്റ് ഇതായിരുന്നു. നെട്ടർ കൊള്ളാം. പിന്നെ ഇത് മറ്റേ കട്ട്ല. ഇതൊക്കെയാണ് മീൻ. ഒരു 3-4 വെറൈറ്റി മീനുണ്ട്. വരാലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇതിൻ്റെ അകത്ത്. നോക്കാം. ഓക്കെ.
ഇത് ചെമ്പല്ലി. ചെമ്പല്ലി അല്ലേ? നട്ടല്ലേ? നമ്മള് ചെമ്പല്ലി എന്ന് പറയുന്നത്. ഓരോ സ്ഥലത്ത് ഓരോ പേര്. ചെമ്പല്ലി വേറെ ഉണ്ട് സാധനം. ഇതെങ്ങനെയാ റേറ്റ് എങ്ങനെ? അത് 750 ഒരെണ്ണം. ഇതാ ഇതാ അത് തൊടരുത്. 350. അതോർമ്മ എടുത്തോ. അതെത്ര റോഗ്? ഇത് 1200 വരും. ചെറുത് കഷ്ണമായിട്ട് എടുക്കണം. ഇത് പീസുകളൊക്കെ കട്ട് ചെയ്തില്ല. നിങ്ങൾ ഒരെണ്ണം എടുക്കണമെങ്കിൽ ചെറിയൊരു പീസ് കട്ട് ചെയ്തില്ല. വേറെ ഏതൊക്കെ ഉണ്ട്? വേറെ വരാലുണ്ട്. വരാല്. ഇതിൻ്റെ വലുതുണ്ട്, ഇതിൻ്റെ വലുതുണ്ട്. ഏത് വേണം പറ? ഏത് വേണം? ഇതെടുക്കാം, ഇതൊന്നും എടുക്കാം, ഇതെടുക്കാം. അത് രണ്ടെണ്ണം എടുത്തു. റോഗ് വേണോ? കഴുകിയോ എല്ലാവരും കൂടി? ഇത് വേണം, ചെമ്പല്ലി വേണം. ആർക്ക്? അവർക്ക് ബില്ല് എഴുതിയില്ലല്ലോ? എഴുതിയാ? ഒരു ഒരെണ്ണം കൂടെ എടുത്താൽ മതി. അത് 500. ഈ ഒരെണ്ണം കൂടെ എടുത്താൽ പോലെ. കഴുകിയോ എല്ലാവരും? അല്ല അത് നഷ്ടമല്ലേ? അതിനോട് ഇത് മൂന്നും എടുത്താൽ പോലെ. ഇത് ഫുള്ളായിട്ട്, അത് ഫുള്ള്. ഇതും ഫുള്ളല്ലേ? അതെങ്ങനെ കട്ട് ചെയ്ത് തരൂലേ? അത് ഇത് കട്ട് ചെയ്ത് നല്ല ടേസ്റ്റാണോ? അത് വലുത്. കട്ട് ചെയ്താൽ പോകില്ല നമുക്കത്. അല്ലല്ലേ, ഇത് പീസ് കട്ട് ചെയ്തിടണോ? ഇത് ഒരെണ്ണം പീസ് ഇപ്പോൾ പൊരിക്കാൻ വേണ്ടി കട്ട് ചെയ്ത് മറ്റിങ്ങനെ അത് ഇങ്ങനെ ഇതുവരെ വരഞ്ഞിടും. വരഞ്ഞു അല്ല അങ്ങനെയല്ല, കട്ട് ചെയ്ത് തരാൻ പറ്റില്ല. എത്ര പീസ്? 3 പീസ് ഇടാം. 1 2 ഇതോടെ ചേർത്ത് 4-5 പീസായിട്ട് ഇട്ടാലും മതി. കഴിക്കാൻ കാണും. ഏതോ അതിന് മേടിക്കണ്ട. അല്ല കഴിക്കാൻ 3 പീസാ കട്ട്. തീരെ ചെറുതാക്കിയ ഇതായില്ലേ? 3 പീസ് ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ട് ഈ സാധനം. ഇത് രണ്ടും മതിയോ? ഇത് രണ്ടും മതിയോ? ഇത് രണ്ട് തികയില്ല. നമ്മൾ 4 പേര് അന്ന് 3 ഫിഷ് കഴിച്ചു. അപ്പോൾ ഇത് ഒരെണ്ണം കൂടി ഇടും. ഇത് ഒരെണ്ണം കൂടെ എടുത്തു. അതെങ്ങനെ? അതെങ്ങനെ? കറി എന്തെങ്കിലും ഉണ്ടോ? പഴങ്കഞ്ഞി കറി ഓണം കേട്ടോ. ഓക്കെ ഇത്രയല്ലേ 3 ദിവസം 1980. ഇത് മതി ഇത് കറക്റ്റ്. ഇത് തന്നെ ഉദ്ദേശിച്ചു. മസാലയാണ്. ഇതൊക്കെ അവരെ കുക്കിംഗ് ഏരിയയാണ്. നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഏരിയയാണ്. വിറകടുപ്പിലൊക്കെയാണ് ഇത് വെള്ളമാണെന്ന് തോന്നുന്നു. വെള്ളമോ കപ്പ എന്തുമാണ് വയ്ക്കുന്നത്. ഇത് നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. ഇതെല്ലാം ആൾക്കാരെല്ലാം ഇരിപ്പുണ്ട്. എൻ്റെ ദൈവമേ, ഫുള്ളാളാണല്ലോ. സൂപ്പറായിട്ടിരുന്ന് കഴിക്കാം. ഇവിടെ മീനും പിടിക്കാൻ തോന്നുന്നു. ഇവിടെ ഇരുന്ന് എടുത്ത് ചോദിച്ചിട്ട് ഞാൻ റോഡ് കൊണ്ടുവന്നിട്ടുണ്ട് മീൻ പിടിക്കാൻ സമ്മതിക്കുമെങ്കിൽ മീനും പിടിക്കാം. ഒരു അനുസരണയില്ലാത്തവനാണ്. അതോ പോകണം. അടിപൊളി. ചൂണ്ടയിടാം. ഇവിടെ നല്ലൊരു ചൂണ്ടിടാൻ പറ്റിയ സ്ഥലം ഇവിടെ അവിടെ സൂം ചെയ്താണ്. സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ആക്കിയോ.
പഴങ്കഞ്ഞി പറ. കൊള്ളത്തില്ലായിരുന്നു. എന്തോന്നായിരുന്നു പറ. എന്തായിരുന്നു പ്രശ്നം? എന്താ പറഞ്ഞു. സാധാരണ പഴങ്കഞ്ഞി നമുക്ക് തലേ ദിവസമല്ലേ ചോറിൽ വെള്ളം ഒഴിച്ച് പിരിക്കുക. അങ്ങനെയായിരുന്നു. പിന്നെ നമുക്ക് ചിലപ്പോൾ നല്ല കഴിക്കും. ട്രൈ ചെയ്യാം. ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കും. ട്രൈ ചെയ്യും. അങ്ങനെ വേണ്ട. നമ്മളെല്ലാവരും നോക്കിയപ്പോൾ സെയിം ഫീലിംഗ്. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇവിടെ കപ്പ കഴിക്കാം. കപ്പ പിടിക്കാം. കപ്പയും ഒരു ഊണും വേണമെങ്കിൽ പറയാം. ഓ നിനക്ക് തോന്നടാ? പഴങ്കഞ്ഞി, കപ്പ, ചോറ്. ചോറ് മതിയോ? ഓക്കെ. നിനക്കൊന്നും കഴിക്കാൻ വേണം? നിനക്ക്? ജാക്കുന് എന്തോന്ന് കഴിക്കാൻ വേണം? എന്തോടാ പിണങ്ങിയിരിക്കണോ? പിണങ്ങിയിരിക്കണോ? ജിജിരി ജാക്ക് ഊഞ്ഞാൽ കൊണ്ടോ? മുകളില് കാക്ക കാക്ക വെള്ളച്ചമ്മന്തി. നല്ല സ്ഥലം. വന്ന് വീഴുന്നീ. ഇവിടെ കമിതാക്കളിരുന്ന് കപ്പിൾസ് ഫോട്ടോഷൂട്ടൊക്കെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ണടയൊക്കെ ഇവിടെ നിന്ന് വന്ന് ഞാൻ പറഞ്ഞിട്ടിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഡ്രസ്സല്ലേ. നേരത്തെ ഫുൾ പ്ലാനിങ് ആയിരുന്നു. പറഞ്ഞിട്ട് അത് നല്ല ചൂട് സമയത്ത് നല്ല സ്വെറ്ററൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുകയാണ് അവർ. പക്ഷെ അവള് കുഴപ്പമില്ല. കപ്പ കപ്പ. ഓ ആ ഫുഡൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അത്യാവശ്യം വെയിറ്റ് ചെയ്യണം. ലൈവ് ഫിഷാണ്. ഇട ഇട്ടായിട്ട് ഞാൻ ഇരിക്കാം. ഞാനിവിടെ വീഡിയോ എടുക്കട്ടെ. ഇത് മാറ്റണേ. ഈ ഇല അങ്ങ് എടുത്തത് കഴിക്കണുണ്ടോ? എൻ്റെ ഒരാളെ നാരങ്ങ എടുത്ത് പിഴിഞ്ഞാണ് നമ്മൾ വെറുതെ. ആ ഉള്ളിൽ പിഴിഞ്ഞാൽ മതി. മതി 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 ഇതെന്ത് ഓഫായി പോകണ എന്തോ നീ അത് ഓഫ് ആണല്ലോ. എൻ്റെ സ്ക്രീനിൽ കാണണം. വീഡിയോ റണ്ണിങ് ആണോ? ഓ ചൂട് മീൻ കേട്ടോ. ഇട്ട് കൊടുക്കണം. എവിടെ ആദ്യം എവിടെ എവിടെ ഊഞ്ഞാല് ബ്രോ ഒരു പ്ലേറ്റ് മീൻ ഇല മതി. ഒരു മീൻ അപ്പുറത്ത് വെച്ചു. നല്ല നാച്ചുറലായിട്ട് കഴിക്കാൻ പറ്റും. അടിപൊളി. ഇവിടെ എല്ലാം ഇതാക്കിയില്ലേ? ഓഫ് റോഡായിരുന്നു തോന്നുന്നു. ഇപ്പൊ 4 വീലാക്കിയ
സ്റ്റേ ഇങ്ങനെ പിടിക്കുന്ന സംഭവം ഉണ്ട്, അതങ്ങോട്ട് അത് ഗ്രേ കളറല്ലേ, ആഷ് ആഷ്. ഇവിടെ കയറി പോയിരുന്നുണ്ട്, ഇത് എവിടെയോ പോണതാണ് ഇങ്ങോട്ട്. ഇതാ ഈ 3 കാർ ആ സമ്മാനം എന്നെ കൂടെ അടിച്ച് ഇതിന്റെ ഫുഡിനെ ഇട്ട് കൊടുക്കും. ഞാൻ ക്യാമറ ബാഗ് ഇപ്പം എടുത്ത് അവിടെയാണ്. എവിടെ എറിഞ്ഞു? ഓ അല്ലല്ല, അപ്പോഴെപ്പോഴും ആലോചിച്ചു ബാക്കിലാളവിടെ ബാക്കിൽ കിടക്കുന്ന കുരങ്ങ് കുരങ്ങി വെയിറ്റ് ഇല്ല ഞാനേ വീഡിയോ എടുക്കട്ടെ, അവിടെ അവിടെ കൂടെ കയറിപ്പോടാ. എനിക്ക് ഞാൻ വീഡിയോ എടുക്കാം. വീഡിയോ ഇല്ല, നമ്മള് ഒരു ഫ്രണ്ട്സും പിള്ളേർ ഞാൻ നോക്കിയോ ശരിയാക്കി. ഇല്ലില്ല, അങ്ങോട്ടോ ഇങ്ങനെ വരണം. സ്ട്രൈറ്റ് ആക്ക്. വാ 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 അങ്ങോട്ട് ആ വാ 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 സ്ട്രൈറ്റ് വാ വാ. സ്വാഭാവികം.
മതി 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 ബാക്കിട് 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 നിർത്ത്